ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്, പുളിയിഞ്ചി ചിക്കൻ. കുറച്ച് എരിവും മധുരവും പുളിയും ഒക്കെയുള്ള ഈ ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചി കൊത്തിയരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് വെച്ചതാണ്. 100 ഗ്രാം ശർക്കര കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും കറുത്ത ശർക്കര നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു 10 കുഞ്ഞുള്ളി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചിക്കനിലേക്ക് കുറച്ച് മസാല പുരട്ടി വെക്കണം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ചേർത്ത് ചിക്കനിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മസാല ഇടുന്ന സമയത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാവുന്നതാണ്. ഇനി ഇത് നമ്മൾക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ മാരിനേഷൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു കടായിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അരിഞ്ഞതും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾക്ക് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായി പച്ചമണം മാറ്റിയെടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത പുളിവെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 100 ഗ്രാം ശർക്കര കൂടി ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കാനായി വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വറ്റി വരണം. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായി ഉരുക്കി പുളിവെള്ളമെല്ലാം നന്നായി വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ പുളിയിഞ്ചി ഇവിടെ കുറുകി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്കിനി
ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ഞാൻ ബാക്കി എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമ്മൾക്ക് പുളിയിഞ്ചിയിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മൂടി അടച്ച് വെച്ച് നമ്മൾക്ക് ഈ ചിക്കൻ ഒന്ന് ചെറുതീയിൽ 2 മിനിറ്റ് വേവിച്ചെടുക്കാം. പുളിയിഞ്ചിയുടെ പുളിയും മധുരവും എരിവുമെല്ലാം ചിക്കനിലേക്കും കൂടി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറുതീയിൽ 2 മിനിറ്റ് വേവിക്കാൻ വെക്കുന്നത്. ഇനി നമ്മൾക്ക് മൂടി തുറന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പുളിയിഞ്ചി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളു കൂടി ചേർത്ത് നമ്മൾക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ചില്ലി ചിക്കനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ രീതിയിലുള്ള ഈ ചിക്കൻ സ്റ്റാർട്ടർ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടാവുന്നതായിരിക്കും.